ഞാൻ വന്നു പിന്നെ വന്നു. അപ്പോൾ ഹലോ ഗായ്സ്, ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് വേറെ ഒന്നുമില്ല. ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ഹാജ് കുന്നംകുളത്താണ്. അപ്പോൾ അവളുടെ അടുത്തേക്ക് പോകുന്നൊരു വീഡിയോ ആണ്. വെറുതെ ഒന്നും കാണിക്കാന്നില്ല, ഒന്നുമില്ല. എന്നാലും ഞാൻ രാവിലെ പോകുമ്പോൾ ഉണ്ടായിരുന്ന കുറച്ച് വിഷ്വൽസ് ഞാൻ എടുത്ത് വെച്ചതാണ്. ഇപ്പോൾ ഏകദേശം ഞാൻ കേച്ചേരിയൊക്കെ എത്താറായിട്ടുണ്ട്. ഞാനപ്പോൾ ശോഭയുടെ അടുത്ത ബ്ലോക്കും കാര്യങ്ങളൊക്കെ ശരിക്കും ടയർഡാക്കി. ഞാൻ എവിടെയെങ്കിലും ചായ കുടിക്കാൻ വെച്ചിട്ട് വണ്ടി സ്ലോ ആക്കിയാൽ. പക്ഷേ ഞാൻ നോക്കിയപ്പോൾ അതൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അവസാനം ഞാൻ കുന്നംകുളത്ത് തന്നെ വണ്ടി എത്തിച്ച് കുന്നംകുളത്ത് നിന്ന് ഒരു പപ്സും ഒരു ചായയും കുടിച്ചു. ഭയങ്കര ആശ്വാസം. ഏകദേശം 50 കിലോമീറ്ററുള്ളപ്പോൾ ഞാൻ വണ്ടി ഓടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ വീഡിയോ ആയിട്ട് ചെയ്യേണ്ടതെന്ന് ആലോചിച്ചിട്ട് ഞാൻ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ആജുവിനെ കാണാൻ പോകുന്നതിൻ്റെ ഒരു വീഡിയോ ഏകദേശം ഞാൻ അവളെ അവിടെ കൊണ്ടാക്കിയിട്ട് ഞങ്ങൾ സത്യം പറഞ്ഞ കല്യാണം കഴിഞ്ഞ ശേഷം മാറി നിന്നിട്ടില്ല. അപ്പോൾ ആകെ 10 ദിവസം ആദ്യമായിട്ട് മാറി നിൽക്കുന്നത്. ഓക്കെ, എൻ്റെ പോളി ഞാൻ അവളെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഇപ്പോൾ ഏകദേശം 5 ദിവസമായി. അവളെ വീട്ടിലാണ് 5 ദിവസമായിട്ട്. ഓക്കെ, ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ വെറുതെ വീട്ടിൽ പോയി നോക്കാൻ വെച്ചിട്ടാണ് എന്താ അവിടുത്തെ അവസ്ഥ. കിടപ്പാണോ അതോ ചുമ്മാ വെറുതെ ഇരിക്കുകയാണോ അതോ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുകയാണോ എണീറ്റിട്ടുണ്ടോ ഒന്നും അറിയില്ല. ഇപ്പോൾ ഏകദേശം സമയം 8 മണിയായി. ഞാൻ വീട്ടിൽ അങ്ങനെ വണ്ടി ഞാൻ അവിടെ നിന്ന് എടുത്തിട്ടേ അമ്പലത്തിൻ്റെ വഴിയൊക്കെ കഴിഞ്ഞു. ഏകദേശം ഇതാണ് അവളെ വീട്. ഞാൻ പഠിച്ച പോളിടെക്നിക്കിൻ്റെ തൊട്ടടുത്താണ് എൻ്റെ ഭാര്യ വീട്. തൊട്ടടുത്തെന്ന് പറഞ്ഞാൽ കുറച്ച് വഴിയുണ്ട്. എൻ്റെ പോളിടെക്നിക് അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല. എൻ്റെ പോളി പഠനം കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത് കേട്ടോ. ഞാൻ 3 കൊല്ലം പോളിയിൽ പഠിച്ച സമയത്തൊന്നും ഞാൻ ഇവളെ കണ്ടിട്ട് പോലുമില്ല, ഞങ്ങൾ പരിചയപ്പെട്ടിട്ടുമില്ല. അതിന് ശേഷമാണ് ഞങ്ങൾ പരിചയപ്പെടുന്നതും കല്യാണം കാര്യങ്ങളൊക്കെ കഴിച്ചതും. ഓക്കെ, ഇതാണ് നമ്മളെ വീട്ടിലേക്ക് പോകുന്ന ആ സുന്ദരമായ വഴി. നല്ല വൃത്തികെട്ട വഴിയായിട്ടുണ്ട്. ഇപ്പോൾ ഈ ഗ്യാസ് ലൈൻ്റെ പൈപ്പിന് വേണ്ടി കുത്തിപ്പൊളിച്ചതാണ്. ഒരിക്കലും നന്നാവാത്ത റോഡാണ്. ആ ഒരു ഭാഗത്ത് എല്ലാ റോഡുകളും അങ്ങനെ എല്ലാ കൊല്ലവും ടാർ ചെയ്യുന്നുണ്ട്, എല്ലാ കൊല്ലവും പൊളിക്കുന്നുണ്ട്. ഞാൻ ചെന്ന് പതുക്കെ നോക്കിയപ്പോൾ ഞാൻ അകത്തേക്ക് കയറി നോക്കിയപ്പോൾ ഒരാൾ നല്ല ഉറക്കമാണെങ്കിൽ ഉറങ്ങണ പോലെ അഭിനയിക്കുകയാണോന്ന് അറിയില്ല. ഞാനൊരു വിധത്തിൽ അകത്ത് ചെന്ന് നോക്കിയപ്പോൾ ഞാൻ വാതിലൊക്കെ തുറന്നിട്ടുണ്ട്. അടിച്ച് വരാൻ എന്തോ പരിപാടിയിലായിരുന്നു എന്നുകൊണ്ട് എൻ്റെ പരിപാടിയൊക്കെ പൊളിഞ്ഞു. ആളെൻ്റെ മുഖത്തേക്ക് നോക്കി കിടക്കണേ. എനിക്കൊന്നും പറയാൻ പറ്റിയില്ല, ഒന്നും ചെയ്യാനും പറ്റിയില്ല. ആളെ വായുള്ളതും കേൾക്കുകയും ചെയ്തു. ഞാൻ വന്നു പിന്നെ വന്നു. കണ്ടിട്ട് സ്നേഹമില്ലാത്ത കൊട്ടാരത്തിൽ നീയതാരേ ഹിലാലിൻ്റെ മാരത്തെ വൈരക്കല്ലി മുത്താണെൻ്റെ കിനാക്കി നോക്കിയ ഹാലേ. പിന്നെ നമ്മളെ സ്ഥിരം പരിപാടി ഫുഡടി. പിന്നെ ഈ കാണുന്നത് ബോട്ടിൽ ഈ ബയോട്ടോറിയം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അമ്മായിമ്മ നടത്തുന്നൊരു ചെറിയൊരു പരിപാടിയാണ്. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശേഷം പിന്നെ പറയാം. ഓക്കെ, അപ്പോൾ ഞാൻ ചോറും കറിയൊക്കെ വന്നു. ഞാൻ നോക്കിയപ്പോൾ ചെമ്മീൻ നന്നായിട്ട് എന്തോ ഒരു മോഡലിൽ ചെമ്മീനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ മീൻ കറി ഉണ്ടായിരുന്നു, മീൻ വറുത്തതുണ്ടായിരുന്നു, ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു. എല്ലാം കൂടെ കൂട്ടിയൊരു ഫുഡടിയൊക്കെ കഴിഞ്ഞിട്ട് നല്ല ക്ഷീണത്തിൽ ഞാൻ പോയി ഒരു ഉറങ്ങി. പിന്നെ വൈകുന്നേരം ഉണ്ടാക്കിയ ബജിയുടെ വീഡിയോ ആണ് ഞാൻ അതിൽ ഇട്ടിട്ടുള്ളത്. അത് ഞാൻ ഇതിൽ തന്നെ അറ്റാച്ച് ചെയ്ത് തരാം. ഓക്കെ, ബായ്.